ഹായ്, ഞാൻ നസ്രീൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാറുണ്ട്. എല്ലാ കമൻസിനൊന്നും റിപ്ലൈ ആക്കാൻ കഴിയില്ലെങ്കിലും ഒരുപാട് കമൻസിന് റിപ്ലൈ ആക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന കമൻസാണ് നമുക്കുള്ള ഓരോരോ വീഡിയോസുകൾ ചെയ്യാനുള്ള പ്രചോദനം കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് പറയുമ്പോഴും അതേപോലെ പോസിറ്റീവ് പറയുമ്പോഴും നമ്മൾ എത്രമാത്രം അത് ഉൾക്കൊണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു കേരളത്തിലെ ഈ ഒരു നവജാത ശിശുക്കളെ കൊന്ന് കുഴിച്ചു മൂടിയ ഒരു വാർത്ത നമ്മൾ കേട്ട് ആകെ ഷോക്കാണ്. കാരണം സിനിമാ കഥയെപ്പോലും വെല്ലുന്നൊരു കഥയാണ് ഈ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാളുകൾ, ഒരു യുവതി യുവാവും, അനീഷ് പവി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാളുകൾ, രണ്ട് സ്ഥലത്തുള്ള രണ്ടാളുകൾ, അവർ രണ്ടാളും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നു. അത് ലാസ്റ്റ് ഒരു പ്രണയമായി മാറുന്നു. ആ പ്രണയം പിന്നെ അവർ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഗർഭിണിയാവുന്നു. ഗർഭിണിയായിട്ട് ഈ അനീഷയും അമ്മയും മാത്രമാണ് അവൾ വീട്ടിൽ താമസിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരുമില്ല. അനീഷ ഇതുപോലെ തന്നെ ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നൊരു ആളാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭിണിയായതൊന്നും വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ഒരു സ്ത്രീ ഗർഭിണിയാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ക്ഷീണങ്ങളും അതേപോലെ തന്നെയുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവൂലേ. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി പ്രസവിക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ഒരു സ്ത്രീ ഇതേപോലെ തന്നെ യൂട്യൂബിൽ നോക്കി ശുചിമുറി പോയിട്ടാണ് പ്രസവിച്ചിട്ടുള്ളത്. പ്രസവം കഴിഞ്ഞതിന് ശേഷം തൻ്റെ കുഞ്ഞിനെ, നൊന്ത് പ്രസവിച്ച തൻ്റെ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് മനുഷ്യന്മാരുടെ മനസ്സൊക്കെ ഇങ്ങനെ മരവിച്ചു പോയത് എന്നുള്ളത് ചിന്തിക്കാൻ കൊടുക്കാതെ സിനിമാ കഥയെ പോലും വെല്ലുന്ന സംഭവം. നമുക്ക് എവിടെയാണെങ്കിലും ഒരു കുട്ടികളെ കാണുമ്പോൾ, ആ കുട്ടികളുടെ മുഖം കാണുമ്പോൾ, പുഞ്ചിരി കാണുമ്പോൾ എന്താ പറയുക, നമുക്കൊരു കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്, എടുത്ത് ഓടിച്ചിടും നമ്മളെ കുട്ടികളുടെ അടുത്തേക്ക് അല്ലേ. ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമല്ലേ എന്ന് ആലോചിച്ച് നോക്കിയേ. പിഞ്ചു കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന് പറയുന്നത് അല്ലേ, നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കൂടി കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം ആ ശ്വാസം പോകുന്ന സമയത്ത് നമ്മൾ കൈ പിടിച്ചമർത്തിയിട്ടോ അല്ലെങ്കിൽ എന്ത് കൊണ്ടാണെങ്കിലും ആ ഒരു ശ്വാസം പോകുന്ന സമയത്ത് ആ കുട്ടി അനുഭവിച്ച ആ ഒരു വേദന, ആ കുട്ടി എന്താണ് കഴിച്ചത് അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ചെയ്ത തെറ്റിന് അവർ ആ കുട്ടിനെ എന്തിനാണ് കൊന്നത് അല്ലേ. എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു അവർക്ക്. പിന്നെ വിവാഹം കഴിക്കായിരുന്നു. ഞാൻ പറയുന്നില്ല, അത്രമാത്രമുള്ള ഈ ഒരു തെറ്റിന് ഒരിക്കലും എന്താ പറയുക, എങ്ങനെ ആയാലും ഒരു പരിഹാരമില്ലാത്ത പോലത്തൊരു കേസ്. പിന്നെ ഈ ഒരു തെറ്റ് വീണ്ടും അവർ ആവർത്തിക്കുകയാണ്. 2024 അവർ വീണ്ടും ഇതേപോലെ ഈ സ്ത്രീ ഗർഭിണിയാവുന്നു. ഗർഭിണിയായതിനു ശേഷം വീണ്ടും എന്താകുന്നു, ഇതേപോലെ യൂട്യൂബിൽ നോക്കുന്നു, ശുചിമുറിയിൽ പ്രസവിക്കുന്നു. കാരണം ഒന്നാമത് ഈ അനീഷ താമസിക്കുന്ന വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മക്കാണെങ്കിൽ സാമാന്യം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം പോലും ഇല്ല എന്നാണ് പോലീസൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അമ്മക്കത് അറിയാനുള്ള ഉണ്ടാവില്ല. കാരണം പിന്നെ അവർ കുറച്ച് തടിയുള്ള ഒരു പ്രകൃതമാണ്. ലൂസുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വയറൊന്നും കാണാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നതറിയില്ല. പക്ഷേ ഈ പ്രസവത്തിൻ്റെ ഈ ലാസ്റ്റ് മാസങ്ങളിൽ ലബോറട്ടറിയിൽ പോയിട്ടില്ല, ലാബിൽ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വാർത്ത പറയുമ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകുകയാണ് കേട്ടോ. കാരണം എൻ്റെ മനസ്സിൽ വരുന്നൊരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ മുഖമാണ്. ആ ഒരു പിഞ്ചു കുഞ്ഞ് ഭൂമിയിലേക്ക് വന്ന സമയത്ത് തന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോൾ ആ കുട്ടീൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ. എത്രയോ ആളുകൾ കുട്ടികളില്ലാതെ ചികിത്സിച്ചിട്ടും അതേപോലെ തന്നെ ദത്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ അല്ലേ, ഒന്ന് ആലോചിച്ചൊക്കെ. ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശിക്ഷയുള്ള ഒരു കാര്യമല്ലേ. അവർ ചെയ്ത തെറ്റിന് അനുഭവിച്ചത് ആരാണ്? ആ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഈ പുറംലോകം അറിയാനുള്ളൊരു കാരണമുണ്ട്. പുറംലോകം അറിയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്. രണ്ട് കുഞ്ഞുങ്ങളും പിന്നെ കൊല്ലപ്പെട്ടതിന് ശേഷം അവർ കുഴിച്ചു മൂടുന്നു. അതിനുശേഷം ഒരുപാട് അവർക്ക് മനസ്സിൽ കുറ്റബോധം വരികയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം വെച്ചാൽ അവരുടെ കുട്ടികൾക്ക് മോക്ഷം കിട്ടണം എന്ന രീതിയിൽ അവരുടെ ആ ഒരു കുഴിച്ചിട്ട സ്ഥലത്തു നിന്ന് മെല്ലുകൾ പെറുക്കിയിട്ട് ഒരു ബാഗിൽ സൂക്ഷിച്ച് വെച്ചിട്ട് എന്താക്കിക്കുന്നത്, ഇവർ വീണ്ടും സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവൾ പിന്നെ എൻഗേജ്ഡായി മാറി, ഫോണ് എൻഗേജ്ഡ് ആകുന്നു. അതേപോലെ തന്നെ ഇവളുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റം വന്നു എന്ന് ആർക്ക് തോന്നി? കാമുകന് തോന്നി, പവിക്ക് തോന്നിയ സമയത്ത് ഇവന് എന്ത് ചെയ്തു? ഇവളെ ഭീഷണിപ്പെടുത്തി. എന്ന് വെച്ചാൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ജീവിക്കേണ്ട, എനിക്കിത് പുറം ലോകത്തോട് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞു.
പക്ഷേ അപ്പോൾ അവൾ കുറേ കേണപേക്ഷിച്ചെങ്ങാണ്ടും ഉള്ള വോയിസുകളൊക്കെ ഉണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം പിന്നെ ഞാൻ ഓള് ഫോൺ എൻഗേജ്ഡ് ആയത് വേറെ ആർക്കും കുടുംബത്തിലാർക്കോ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഇയാൾ ലാസ്റ്റ് ഇയാൾക്ക് തോന്നി, കാരണം ഇയാളൊരു പിന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ട് അയാൾ ആ ഒരു സമയത്ത് എന്താക്കി, ഈ ഒരു ബാഗ് എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്, ലഹരിയിലായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി നേരെ കീഴടങ്ങി. ഇയാളുണ്ടായ സംഭവങ്ങളൊക്കെ ഇവർ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതും പ്രണയത്തിലായതും എല്ലാ കാര്യങ്ങളും ഇവർ പറയണം. ആ പറയുന്ന സമയത്ത് പോലീസുകാർക്ക് തന്നെ ഷോക്കായിപ്പോയി, കാരണം സിനിമാ കഥയെ പോലും വെല്ലുന്ന കഥയാണല്ലോ ഈ പറയുന്നത്. അപ്പോൾ അവർ എന്താ പറയുക, ഇയാൾക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ ഒരു വേറെ എന്തൊരു ബന്ധമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇവള് ഫുള്ള് എന്തോ എൻഗേജ്ഡാണ്, പഴയ സ്വഭാവമൊന്നുമല്ല, സ്നേഹമൊന്നുമില്ല. കാരണം അതിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, തർക്കങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തെറ്റ് ചെയ്ത കാര്യം രണ്ടാക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരാൾ മാത്രം അങ്ങനെ ജീവിക്കേണ്ട, സന്തോഷിക്കേണ്ട എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ. എന്തായാലും പുറലോകം അറിഞ്ഞത് ഇങ്ങനെ ഒരു കുറ്റസമ്മതം പോയി പോലീസ് സ്റ്റേഷനിൽ പോയി സമർപ്പിച്ചു. അപ്പോൾ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ അവൾ പറയുന്നത് ആദ്യത്തെ കുട്ടി മരിച്ചിട്ടാണ് പ്രസവിച്ചെന്ന് പറയുന്നുണ്ട്. അത് സത്യമാണെന്നുള്ളത് ആർക്കറിയാം. എന്തായാലും ഒരുപാട് തെളിവുകൾ വരാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു സ്റ്റോറി നമ്മൾ കേട്ട സമയത്ത് ഭയങ്കര ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളൊക്കെ ഗർഭിണിയാകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഒരു പേടിച്ച് എന്താ പറയുക, കിടക്കാനും തിരിഞ്ഞു കിടക്കാനും മറിഞ്ഞെടുക്കാനൊക്കെ എല്ലാവരും പേടിയും അത്രയും നമ്മൾ കെയർ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ലേ. പിന്നെ ഡെലിവറി സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെയിനൊക്കെ അനുഭവിച്ച് ഈ ശുചിമുറിയിലൊക്കെ പോയിട്ട് എങ്ങനെയാണ് ഇത്രയും പെയിനൊക്കെ അനുഭവിച്ച് അങ്ങോട്ട് പ്രസവിച്ചെന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയുള്ള ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമാകണം മനസ്സിലേക്ക്. കാരണം ഇത്രമാത്രമൊക്കെ ചെയ്യാൻ മനുഷ്യന്മാർക്ക് കഴിയുമെന്നൊക്കെ തോന്നുകയാണ്. പക്ഷേ ഇങ്ങനെ ആരും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ചെയ്യരുതെന്ന്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള തെറ്റുകളും ഇങ്ങനെയുള്ള ക്രൂരത കാണുമ്പോൾ നമ്മളതിനെതിരെ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പവിമാരോടും അനീഷന്മാരോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളൊന്നും ചെയ്യല്ലേ. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയൊരു കാര്യം മതി നമുക്ക് മരണം വരെ കുറ്റബോധത്തോടെ ജീവിക്കാൻ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു എന്താ പറയുക, 9 മാസമൊക്കെ കൊണ്ട് നടന്ന് വയറ്റിൽ കൊണ്ട് നടന്ന് പ്രസവിച്ച് ആ ഒരു കുഞ്ഞിനെ നെക്കി കൊല്ലുക എന്ന് പറയുന്നത് ഒരമ്മമാർക്കും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല കേട്ടോ. ഇതൊക്കെ നെഞ്ചിൽ ഞാൻ പറയും, പഠിച്ചോനെ എന്താ അറിയില്ല, നമ്മൾ അത്രമാത്രം നമുക്ക് വിഷമം തോന്നണം ഈ ഒരു ന്യൂസ് പറയുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾ അറിയിക്കുക, എന്താണെന്നുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക.